ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയുമ്പോൾ ഒന്നും അറിയില്ല. ഇന്ന് നമ്മൾ മഴ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പുതിയാപ്പിളിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ 2-3 സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അതായത് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഉമ്മയാണ്, കുസൃതി ചോദ്യം കൊടുക്കാൻ പോകുന്നത് ഞാനാണ്, പിന്നെ നേരിടാൻ പോണത് ഓലാണ്. ചക്കര തുടങ്ങി വീണ്ടും മാക്സിയില് പണ്ടത്തെ ചങ്കര തെങ്ങുമ്പോ തന്നെയെന്ന് പറഞ്ഞ മാതിരിയാണ്. 4 ദിവസത്തെ കാലാവധി നിന്റെ തീരെയാണ്. അനുവാദമില്ല ഈ വീട്ടില് നിനക്ക് ഇനി അനുവാദം ഇല്ല എന്ന് പറഞ്ഞ മാതിരി തീരെയാണ്. ഇനി കൊല്ലത്തോട്ട് പോവാണ്. കൊറേ സംഭവം പ്രാങ്കൊക്കെ ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചാലോ, പക്ഷെ നമ്മക്ക് അതിന് പറ്റിയൊരു അവസ്ഥയല്ല. ഇനി വരുമ്പോ ഇൻഷാല്ലാ നിങ്ങൾക്ക് പ്രാങ്ക് തരുന്നുണ്ട്. അല്ല, അത് ചലഞ്ചാണ്. ഞാൻ ഇല്ലാത്ത ദിവസങ്ങൾ ജസ്റ്റ് ഒരു ചലഞ്ച് നടത്തിക്കൊണ്ടിട്ട് ജസ്റ്റ് ഉമ്മാക്കൊരു ചലഞ്ച് നടത്തോളൂ കേട്ടോ. പച്ചമീനൊക്കെ ഒന്ന് തീറ്റിക്കൊണ്ട് അത് കാട്ടുവാസികൾക്ക് എന്ത് തിന്നാലോ. നിങ്ങള് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ അല്ല, അത് ഞാൻ പിന്നെ. അപ്പൊ ഉമ്മ കുറച്ച് ചോദ്യങ്ങള് ചോദിക്കും നിജാസിനോട്, അതിലുള്ള കറക്റ്റ് ഉത്തരം പറയാം കേട്ടോ. ആദ്യത്തെ പറഞ്ഞാൽ പറയാൻ പറ്റും. ചക്കര വന്നിട്ട് എന്റെ ലൈഫ് എന്തായി? എന്താണ് ചക്കര വന്നിട്ടുള്ള ലൈഫിലെ മാറ്റം എന്നാണ് ഉമ്മ ചോദിക്കുകയാണ്. അതായത് ചക്കര വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാല് നേരത്തിന് വരെ കയറും. അത് എല്ലാ ചക്കന്മാർക്കും ഉള്ള ഒറ്റ ഉത്തരാണ്. പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ നേരത്തിന് പെരേ കയറും, പിന്നെ കുറച്ച് ഉത്തരവാദിത്തം കൂടും, പിന്നെ സമയങ്ങളിലൊക്കെ ഒരു മാറ്റം ചിട്ടുണ്ടാവും. രാവിലെ തോന്നുന്ന സമയം, ഉച്ചക്ക് തോന്നുന്ന നേരം, രാത്രിയൊക്കെ പിന്നെ 12 മണി അല്ലെങ്കിൽ ഇപ്പൊ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ട് വരിക. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫിലെ എന്താന്നറിയോ, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ കാല് കെട്ടി, അല്ല കുട്ടി ഉണ്ടായ വായ കെട്ടി. അർത്ഥം അതെ. അല്ല, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് മൊത്തത്തില് ചേഞ്ച് ആവും. അതായത് കംപ്ലീറ്റ്ലി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ചേഞ്ച് ആവും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഫീല് വന്ന് പക്വത അല്ലേ. ഓക്കെ, അപ്പൊ അല്ലേ, അപ്പൊ കല്യാണം വന്നിട്ടുള്ള മാറ്റങ്ങള് എന്താണ്? അങ്ങനെയൊക്കെയാണ്. അടുക്കും ചിട്ടയൊക്കെ കിട്ടിയിട്ട് എന്തുണ്ടായി? അതായത് കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് വെച്ച അതേ ചോദ്യം. അതേ ചോദ്യം രണ്ടാളോട് ചോദിക്കണല്ലോ. ഒരാൾക്ക് പശ്ചാത്തലല്ല ഇവിടെ എനിക്കില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. മാക്സിഡൽ ഒഴിവായില്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പട്ട് നോക്കണ്ട, ഓന്റെ പെരയില് മാക്സി ഒഴിവാക്കി. അല്ല, ഞാൻ പറഞ്ഞുതരാം. എന്താ നമുക്ക് 6 ദിവസം 5 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കല്യാണത്തിന്. അവിടെ പോയി കഴിഞ്ഞപ്പോ പുറത്തേക്ക് പോവാൻ പറ്റില്ലല്ലോ. ഓൾറെഡി ഇവര് വാങ്ങി വെച്ച ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അവിടെ ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഉമ്മനോട് പറഞ്ഞു, എന്തായാലും ഒരു മാക്സി ആണ് പറഞ്ഞ. ഞാൻ ഇവിടുന്ന് ഒരു മാക്സി കൊണ്ടുപോയിരുന്നു. അതിൽ അവിടുത്തെ നെയ് ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോയി വരുന്ന തിരുമ്പാണ് ടൈം കിട്ടണില്ല. ഒരു ദിവസം എല്ലാം കൂടെ തിരുമ്പി. അപ്പൊ എനിക്ക് സുഖായി. അതിലിവര് ഞാൻ മാക്സ് ഇട്ടിട്ട് രാജാവിനെ പോലെ വരിക. അതിലിവര് എന്ത് മാക്സിമം മാറ്റി പോയിട്ട് ഒരു മാക്സിയാണോ ഇപ്പൊ അനക്ക് ലൈഫില് നിജാസ് വന്നപ്പോ ഉണ്ടായ മാറ്റം? അതാണോ? അത് മാത്രമേ ഉള്ളൂ? അല്ല, ആയി വരുന്നേ ഉള്ളൂ. ഒരു മാസമായി, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങക്ക് എന്താന്നറിയോ, ഇന്ന് നിങ്ങളെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്. നിങ്ങൾക്ക് 1 മാസം പിന്തുടർന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. 1 മാസത്തെ ജീവിതാനുഭവമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, കല്യാണം കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ? പഠിപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത നെക്സ്റ്റ് ഡ്യൂട്ടി ജോലിക്ക് കയറും. ഇനി അടുത്തൊരു ചോദ്യം പ്രേക്ഷകർ ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യമാണ്.
എവിടേക്കാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ട്രിപ്പ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? ട്രിപ്പ് പറഞ്ഞെടുത്തോ. കല്യാണം കഴിയുമ്പോ ആദ്യം പറയൂ എന്നെ ഞാൻ കാശ്മീര് കൊണ്ടുപോവാ, ദുബായ് കൊണ്ടുപോവാ, ലക്ഷദ്വീപ് കൊണ്ടുപോവാ എന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയൂ എന്ത് ഇപ്പൊ പറ്റൂല, കുറച്ചാണ്ട് കുറച്ചാണ് കഴിയട്ടെ എന്ന് പറയും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും മുൻവാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു? ഇല്ലല്ലോ. അപ്പൊ പിന്നെ പോണ്ടാനങ്ങമലേക്ക് കുട്ടോളി രണ്ടാളും വാഗ്ദാനം കൊടുത്തിട്ട് പോവാതാകുമ്പോഴാണ് പ്രശ്നമുള്ളത്. ലക്ഷദ്വീപ് പോണം പറഞ്ഞിരുന്നു. ഇപ്പൊ ലക്ഷദ്വീപ് പോവാൻ പറ്റില്ല, കടല് ഇപ്പൊ സീസൺ അല്ല. ഓക്കെ, പോവാണെങ്കിൽ എവിടേക്കാണ് പോവാൻ ഉദ്ദേശിക്കണേ? ലക്ഷദ്വീപാണ് കാക്കു പറയുന്നത്. കാക്കു ഒറ്റക്ക് ഹണിമൂൺ പോയിട്ട് കാക്കു തിരിച്ചു. പിന്നെ അല്ല, ഇപ്പൊ പോണെങ്കിൽ കേരളത്തിനുള്ളിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങള്. മലമ്പുഴയുണ്ട്, കല്ലടിക്കോടുണ്ട്. ഞങ്ങള് ഹണിമൂൺ പോയതല്ലേ. ഉമ്മ ഹണിമൂൺ എവിടെയായിരുന്നു? ഉമ്മ നിങ്ങൾ ഹണിമൂൺ എവിടെയായിരുന്നു? പറഞ്ഞു എന്റെ അടിമൂടെ എവിടെ ഉണ്ടാക്കില്ല. എവിടെ പോയിട്ടില്ല? പെരെ തന്നെ ഇരുന്നു നമ്മള്. കണ്ടിട്ടില്ല, രാജ്യം കൂടെ കണ്ടില്ല. രാജ്യം. ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താന്ന് പറയുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ടാസ്ക് കൊടുക്കുക. ഏതായാലും ഒരു മാസത്തെ ജീവിതാനുഭവം രണ്ടുപേർക്കും ഓരോ പേനയും പേപ്പറും കൊടുത്തിട്ടുണ്ട്. ഒരു മനപ്പൊരുത്തം റൗണ്ടാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ആരാണ് കറക്റ്റ് ഉത്തരം പറയാന്നുള്ളത്. ഇതിന്റെ ചോദ്യോത്തരം ചോദിക്കുന്ന ആള് ഞാനാണ്. അപ്പൊ രണ്ടുപേരും രണ്ടിലേക്ക് നോക്കാൻ പാടില്ല. നോക്കി കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കേട്ടോ. തിരിഞ്ഞിരുന്നോ? അപ്പൊ ഉമ്മ ആദ്യത്തെ ചോദ്യം ഞാൻ ഉമ്മാക്കൊരു ആണെങ്കിൽ 2 ചോദ്യം ചോദിക്കാനുള്ള അവസരം തരാം കേട്ടോ. എന്താ അറിയാ പിന്നെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ചോദ്യം നമ്പർ 1. നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്? ഓക്കെ, അത് ചക്കര കാണൂടെ, മറിച്ചു പിടിച്ച് എഴുതുക. ഓക്കെ, 1 എന്നിട്ട് എഴുതിക്കോളൂ കേട്ടോ. ആ ഓക്കെ, നിനക്ക് നിങ്ങൾ നിങ്ങളല്ല ഉത്തരം, ഞാൻ ഇവിടെ പറഞ്ഞില്ലേ. ഇനി തെറ്റിക്കഴിഞ്ഞാൽ ആരാണ് ആദ്യം മിണ്ടാറ്? ചക്കരക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഭക്ഷണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്ന ഭക്ഷണം ഇപ്പൊ കിട്ടും. ഉണ്ടായിരുന്നോളി അവിടെ. ഇനിയിപ്പൊ കിട്ടും എന്ന് പറഞ്ഞിട്ട് നാട്ടുകാര് പറയും ഉമ്മാനെ തല്ലിന്ന്. മക്കളെ ഇത് വെറുതെ പറഞ്ഞാട്ടോ ഞാൻ, ജസ്റ്റ് ഫോർ ഫൺ. അങ്ങനത്തെ ഒരു ഇതിലെടുത്തോളി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നിജാസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? രണ്ടാൾക്ക് ചോദിക്കണല്ലോ, ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാണല്ലോ. ഞങ്ങള് മനപ്പുറത്ത് എത്ര ഉണ്ട് നോക്കട്ടെ, എന്നിട്ടാണ് ഇവിടുന്ന് അല്ലേ മനപ്പുറത്ത് ഉണ്ടായിട്ട് പോയാ മതി. ഓക്കെ, ഇനി അടുത്തത് ചക്ക എത്ര ആലോചിക്കണ നേരല്ല. 1 2 3 4 5 6 7 8 9 10 മതി. ഇനി നിജാസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്? എഴുതിക്കോ. ചക്കരക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്? ചൂറരാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇനി ഇതൊരു ഫണ്ണിയാണ്. ഇനി ഇതിപ്പോ ആരും അളിനെ കളിയാക്കി ചക്കറിനെ കളിയാക്കി എന്ന് പറയരുത്. നിജാസിന്റെ ശരിക്കുള്ള ഉയരം? അത് മുട്ടിന്റെ വലിപ്പാതല്ല, ഇനി ചക്കരക്ക് പാടല്ലോ. ചക്കരന്റെ ഉയരം? ചക്കരയുടെ ഉയരം ഈ ഇതിനൊക്കെ പോയതല്ലേ ഡേറ്റിങ്ങിനൊക്കെ, അപ്പൊ ഉയരവും വെയിറ്റ് ഒക്കെ നോക്കും. ചക്കരയുടെ ഉയരം
എന്താ പോലെ അത്ഭുത 12 അടി പറഞ്ഞ അവിടേക്ക് എത്തിയറിയോ? അങ്ങനെ ഉള്ള അടിയാണ്. ആ എന്ത് അടിയാണ് എഴുതിക്കോ. 6 അടി ആയിരിക്കും ചെലപ്പോ ഒന്നൊക്കെ തെറ്റു അന്റെ പേര് എഴുതിക്കോ. അല്ലല്ലേ അങ്ങനല്ലേ വരുന്നത്? ഒരു കട്ടളപ്പൊടി 6 അടി അല്ലേ? ഇത് 6 അടിയാ. 6 അടി അത് കണക്കൊക്കെ എഴുതി. അതിന്റെ ഒരു ചക്കര കുരുവും എന്തെങ്കിലും ഒരു കോലുണ്ടാക്കാം അവിടുന്ന് അത് കിണർ കുത്തുമ്പോ കോലുണ്ടാക്കണ. ഇത് 6 അടി ഉണ്ടാവും. ഇത് ചൂട്ടി വെക്കും. ഇതിന്റെ ഒപ്പം നോക്കിയേക്കാം നോക്ക്. അതിന്റെ ഒപ്പം നോക്കിയാൽ ഒരു 1.5 അടി കൂട്ടിക്കോ. കൂടുതലല്ലേ 1.5? ഒരു രണ്ടൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ ആശുപത്രിയിൽ പോയ പോലെ അടി നോക്കുമല്ലോ, അങ്ങനെ 30 വരുമ്പോ സെന്റിമീറ്റർ നോക്കും. നീ എഴുതിയോ നിജാസിന് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി? എന്താ നോക്കിയെടുക്കണേ. സ്കൂട്ടി. ഓക്കെ ചക്കരനെ പഠിപ്പിച്ചു കൊടുക്കട്ടോ സ്കൂട്ടി. ചക്കര എന്നോ പറഞ്ഞു സ്കൂട്ടി ഓടിക്കും. ഇനി ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ചോദ്യം. ഉമ്മാക്ക് നിങ്ങളിൽ കണ്ട പ്രത്യേകത, നിങ്ങൾക്ക് ഉമ്മാനയിൽ കണ്ട പ്രത്യേകത എന്താണ്? ചിരി. അല്ല ചക്കര ബന്ധബുദ്ധി എന്നൊന്നും എഴുതിട്ട് വില കളയും. ഞാൻ അപ്പൊ അത് എഴുതാനേ പറഞ്ഞു. ഓക്കെ നിങ്ങളിൽ കണ്ട പ്രത്യേകത your smile. ഞാൻ പറ്റി പാപ്പോത്. ഓക്കെ എന്തേലും ഇത് കസാല കൊടുക്കുന്ന ചവിട്ടായിരുന്നു. ഇനി ഇനിയിപ്പോ എന്തായാലും ചെറിയ ചെറിയ സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടാവുമല്ലോ കല്യാണം. അതായത് ഇപ്പൊ എത്ര ആയിക്കഴിഞ്ഞാലും ചെറിയ ചെറിയ സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സൗന്ദര്യ പണക്കം ഉണ്ടായത്? ഭയങ്കര വിറ്റോയി. രാത്രി സിനിമക്ക് പോകുന്നത്. കല്യാണം കഴിഞ്ഞ ഈ ഉത്തരവുണ്ടല്ലോ ഭയങ്കര രസമാവും. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സൗന്ദര്യ പണക്കം ഉണ്ടായിക്കണേ? നിങ്ങൾക്ക് എന്തായിരുന്നു? ചെന്ന് സൗന്ദര്യം കൊടുക്കാം. ഇല്ല കൂട്ടിയില്ല. അന്ന് ആരാണ് ആദ്യം മുണ്ടിയത്? ഇത് ക്വസ്റ്റ്യൻ ഒന്നല്ല, ഒക്കെ അറിയാനുള്ള ചോദ്യങ്ങളാണ്. ഒക്കെ നമ്മള് പേപ്പറിൽ ഉത്തരം ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല ഓക്കെ, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, എനിക്ക് എല്ലാ ഓർമ്മ ഇതില് വീഡിയോയിലുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ചോദ്യങ്ങള് മതിയല്ലേ? 12 ചോദ്യം. 12 ചോദ്യം അല്ലേ? ഇനി എന്തേലും വിട്ടതുണ്ടമ്മ? ഒന്നും വിട്ടിട്ടില്ല. ഒരു ചോദ്യം ചോദിച്ചോണെങ്കിൽ എന്റെ ചെരുപ്പിന്റെ സൈസ് വെച്ചോളൂ. ആ നിജാസിന്റെ ചെരുപ്പിന്റെ സൈസ് എത്രയായി? തെറ്റിക്കെങ്കിൽ ഇപ്പൊ കിട്ടും. ഈ ചക്കറിന്റെ ചെരുപ്പിന്റെ സൈസ് എത്രയായി? ചോദ്യം പറഞ്ഞു കുടുങ്ങിപ്പോയി. ചെക്കൻ്റെ ആ ഒരു 2 വയസ്സായ കുട്ടി എഴുതിക്കോ. ഓളെ കാലും വലിപ്പുണ്ട്, ഓളെ നാവും വലിപ്പുണ്ട്. ഗൾഫിൽ നിന്ന് വന്ന ദിവസം ഇത് അവര് ഇത്രയും നിങ്ങള് 2 കൊല്ലം പ്രേമിച്ച ആൾക്കാര് വന്ന ദിവസം ഒന്നും ഓർമ്മല്ല. നിങ്ങൾ മുണ്ടായിരുന്നു അവിടെ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, 10 വരെ ഉള്ളൂ. ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 9.1, ടിക് ടിക് 9.2. വേഗം നോക്കോ മതിട്ടോ. ടിക് ടിക് 10. ഇനി അടുത്ത ചോദ്യമാണ് ചക്കരയുടെ. കഴിഞ്ഞു, അനക്ക് നിക്കലൊന്നുമില്ല. എന്തത് ആൾക്കാർക്ക് ബോറടിക്കേ. ഇനി അടുത്തത് നിജാസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിജാസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ആയിട്ടുള്ളതല്ലേ? ചക്കര ഡേറ്റ് ഓഫ് ബർത്ത്. 2024. ഇത് ഞാൻ 2 പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരുക ചെയ്യാട്ടെ ഗൈസ്. നിങ്ങള് ഒരേ മാതിരി ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പ്രേമിക്കുന്ന ടൈമിൽ ആദ്യം ഇഷ്ടം പറഞ്ഞത് ആരാണ്? ആരാ?
എനിക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാം. ആദ്യം കൊടുത്ത ഗിഫ്റ്റ് ഏതാ? രണ്ടുപേരും ഗിഫ്റ്റ് കൊടുത്തുക്കണോ? എന്നാ ആ ചോദ്യത്തിന് പ്രസക്തി ഇത്ര മതി. ഓക്കെ, 2 പേപ്പർ കളക്ട് ചെയ്തു പോവാ. വായിക്കാറിയോ മക്ക് ഗൈസ്? അപ്പൊ എന്തായാലും തിരുത്തലെന്ന് ആ ഇംഗ്ലീഷിൽ എഴുതിക്കണേ. ഓ ഈ അപ്പോഴേക്ക് വലിയ ഇംഗ്ലീഷ് ആയിരിക്കും. എന്തുകൊണ്ടാ നിങ്ങക്ക് ഇംഗ്ലീഷ് വായിക്കാറിയോ മലയാളം വായിക്കാറിയോ? ഏതാ വായിക്കാ? അപ്പൊ അങ്ങനെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഉത്തരം ഷഹനാന്ന് എഴുതിയിട്ടുണ്ട്, നിജാസ് ചക്കരാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് 1 പോയിന്റ് കേട്ടോ. അതായത് 2 ആൾക്കും 1 പോയിന്റ്. രണ്ടാമത്തെ ഇതിൽ ചക്കര കാക്കൂന്ന് എഴുതിയിട്ടുണ്ട്, ഓ നിജാസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 പോയിന്റ്. ഓക്കെ 2 പോയിന്റ്. മൂന്നാമത്തെ ചക്കര സാദാ ചോറിന് എഴുതിയിട്ടുണ്ട്, നിജാസ് ഡയറി മിൽക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്താക്കും? പോയിന്റ് ഇല്ല. സാദാ ചോറ്. പിന്നെ കപ്പാന്ന് എഴുതിയിട്ടുണ്ട്, ഐസിന്ന് എഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ്. അതായത് കപ്പ. മൂന്നാമത്തത് കളറ് ചോദിച്ചു, നിജാസിന്റെ കളറ് ബ്ലാക്ക്, ചക്കരത കറുപ്പ്. അപ്പോ എത്രയായി? 3 പോയിന്റായി. അത് എത്ര? 5 ഇതില് 3 ശരിയായിട്ടോ. പിന്നെ നിജാസിന്റെ ചക്കര ചോദിച്ചത് ചക്കര വെള്ള എഴുതിക്കണേ, വൈറ്റ് എഴുതിക്കണേ. 6ാമത്തെ ക്വസ്റ്റ്യൻ അത് ശരിയാണ്. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ നിജാസിന്റെ ഹൈറ്റ് അല്ലേ 5.5 അടിക്ക് മുകളിൽ, ചക്കര 6 അടി. 6 അടിക്ക് താഴെ 5 അടിക്ക്. അതിപ്പോ ഒരു മനുഷ്യൻ അങ്ങനെ, പക്ഷെ കറക്റ്റ് അടി വേണം ശരിക്ക്. ആ അപ്പൊ അല്ല ആ ഇതില്ലേ 6 അടിക്ക് താഴെ ഉണ്ട്, 1 6 അടി ഉണ്ട്. അപ്പൊ അത് പോയിന്റ് ആക്കാൻ പറ്റില്ല. 6 അടി എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. 6 അടിക്ക് താഴെ എന്ന് പറഞ്ഞാൽ 5.5 ആവാം, 5.9 ആവാം. അപ്പൊ ഓള് എഴുതിയിട്ടില്ല, ഓള് 6 അടിന്ന് എഴുതിക്കണേ. അപ്പൊ ആ പോയിന്റ് ഇല്ല. പിന്നെ ചക്കരയുടെ അടി ചോദിച്ചിട്ടുള്ളത് 4 അടി ചക്കര എഴുതിയിട്ടുണ്ട്, നിജാസും 4 അടി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ 4 അടിക്ക് ഉണ്ടോന്ന് ആ ടേപ്പ് എടുത്തോണ്ട് നമ്മൾ 1.5 അടി ഉണ്ടാവുള്ളൂ ശരിക്ക്. പിന്നെ നമ്മൾ നിജാസിന് ഇഷ്ടപ്പെട്ട വണ്ടി എന്നാ ചോദിച്ചത്, ബുള്ളറ്റ് എന്ന് ചക്കര എഴുതിയിട്ടുണ്ട്, നിജാസും ബുള്ളറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മള് ഉമ്മാടെയാണ് ചോദിച്ചിട്ടുണ്ടാകുന്നത്. ഉമ്മാടെ ഏറ്റവും നല്ല ക്യാരക്ടർ എന്താന്നുള്ള ചോദിച്ചത്, ഇസ്മായിൽ. അതെന്താ അങ്ങനെ എഴുതി? ഇസ്മായിൽ പറഞ്ഞ എന്താണ്? അത് കുഞ്ഞായ്മനോട് സാധനം വാങ്ങാൻ വരില്ലേ ആ ചെങ്ങായി. ഇസ്മായിൽ പറഞ്ഞ എന്താടി? ആരപ്പോ ഇങ്ങനെ പറയല്ലോ സ്മൈൽ എന്ന് പറഞ്ഞ ചെറി. ഇസ്മൈലേ. അപ്പൊ അത് ഇസ്മൈൽ വെപ്പുകാരൻ. ഓക്കെ, 10ാം നമ്പർ 2 പേരും സ്മൈൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതും പോയിട്ട് കേട്ടോ. ഓക്കെ, ഇനി ആരാണ് എന്ത് ആദ്യത്തെ സൗന്ദര്യ പണക്കം? കല്യാണത്തിന്റെ അന്ന്, കല്യാണം കഴിഞ്ഞു പോകും വഴി. സെയിമാണ്. വെരി ഗുഡ്. ഇനി അത് കഴിഞ്ഞിട്ട് മുണ്ടിയത് ആരാന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചത്. അപ്പൊ അതിന് ഇവള് കാക്കൂന്ന് എഴുതിയിട്ടുണ്ട്, ഓ നിജാസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണ്. പിന്നെ ചെരുപ്പിന്റെ അടിയ ചോദിച്ചിട്ടുള്ളത് 11 ഉണ്ട്, ഇവിടെയും 11 ഇഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ അതും ശരിയാണ്. പിന്നെ ചക്കരയുടെ സൈസാ ചോദിച്ചിട്ടുള്ളത്, ചക്കര 6 എഴുതിയിട്ടുണ്ട്, നിജാസ് 7 എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് തെറ്റായി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ബുക്കിലുള്ളേ നോക്കുള്ളൂ. അപ്പൊ ഇനി നമ്മള് നിജാസ് ഗൾഫിൽ നിന്ന് വന്ന ഡേറ്റ് ചോദിച്ചത്, ചക്കര എഴുതിയിട്ടുള്ളത് 10ാം തീയതിയാണ്, 15ാമത്തെ ക്വസ്റ്റ്യൻ. നിജാസ് 15ാമത്തെ ക്വസ്റ്റ്യൻ ഏപ്രിൽ 6. അത് തെറ്റാണ്. അല്ലട്ടോ, കാരണം എന്റെ ബർത്ത്ഡേ എന്തായാലും അത് തെറ്റാണ്.
തെറ്റാണ്. നിങ്ങൾക്ക് ഞാൻ ഇത് മൊത്തത്തിൽ നിങ്ങളെ മനപ്പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണം അറിയോ? നിങ്ങൾക്ക് ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് എത്ര നിങ്ങൾ രണ്ടെണ്ണം കറക്റ്റ് ആക്കി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാരും ചോദിക്കുന്ന മനപ്പൊരുത്തം റൗണ്ട് അല്ലത്. ഇനി നമ്മൾ ആദ്യത്തെ ചോദിച്ച് ചക്കര നിജാസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. 15/12/1999 ശരിയാണ്. ചക്കരയുടെ 13/4/2004 അതും ശരിയാണ്. ആദ്യം കൊടുത്ത ഗിഫ്റ്റ് കാക്കു നിജാസ് അതും ശരിയാണ്. അപ്പോ 18 ചോദ്യത്തിൽ എത്ര എണ്ണം ശരിയാക്കി? 14 എണ്ണം. അപ്പൊ അത് ഇതാണ് മിനിമം. ഞാൻ ഒരു 10 എണ്ണൊക്കെ റെഡിയാക്കി തന്നെ ഹൈ ആണ്. അപ്പൊ എന്തായാലും നല്ല മനപ്പൊരുത്തുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാഹ് അല്ലേ? അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി ഇതിലെ ഓരോ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി ചോദിക്കാനുണ്ടാവും. കാരണം ഞങ്ങളെ മനപ്പൊരുത്തം ചോദിച്ചു വാപ്പാലും ആദ്യം കണക്കന്മാരെ നിർത്തി കബഡി നടത്തണോ? കുഞ്ഞാട്ടനെ കൊണ്ടുവരണോ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിൽ കുറെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. എന്തിനാണ് ചക്കര കല്യാണത്തിന്റെ അന്ന് തെറ്റി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഇതിന്റെ ബാക്കിയായിട്ട് നിജാസും ചക്കരയും അത് നിജാസിന്റെ ചാനലിൽ ഇൻഷാ അല്ലാഹ് അത് വരും. ഓക്കെ. എന്തിനാണ് അന്ന് അവരന്ന് തെറ്റി എന്നുള്ളത് അടുത്ത വീഡിയോ ആക്കിയിട്ട് അവർ വരും. അതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ ഉള്ളറിയാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഇനി അത് എന്താണെന്നുള്ള കാര്യങ്ങൾ അവരുടെ ചാനലിൽ വരും. ഓക്കെ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കണ്ടന്റുകൾ അവർക്ക് ആക്കി കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കണ്ടന്റുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം പ്രേക്ഷകർക്ക് അറിയാനുള്ള സംഭവങ്ങൾ. ആദ്യം നിജാസ് എങ്ങനെ ഇഷ്ടം പറഞ്ഞു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് എന്തിനാണ് അന്ന് തന്നെ കല്യാണത്തിന്റെ അന്ന് നിങ്ങൾക്ക് സൗന്ദര്യപ്പണക്കം ഉണ്ടായെന്ന് പ്രേക്ഷകർക്ക് രണ്ടാമത്തെ ചോദ്യചിഹ്നമാണ്. ബാക്കി ആ 2 ചോദ്യം എന്താക്കുക, നിങ്ങളതിനുള്ള ഉത്തരങ്ങൾ നിങ്ങളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാവും. ഓക്കെ. അപ്പൊ എന്തായാലും ഷഹന നിജാസ് ചാനലിൽ അത് ഉണ്ടാവും. അതിന് വെയിറ്റ് ചെയ്തിരുന്നോളി ഷഹന. ഓക്കെ. ഹാപ്പി. അപ്പൊ എന്തായാലും 14 എണ്ണം 18 14 എണ്ണം റെഡിയാക്കി. ഓക്കെ. ഗുഡ് ജോബ്. ബൈ ബൈ.